ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും വാത്സല്യവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് വിചാരിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവിൻ, വായ്പ കൊടുക്കുവിൻ, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരുകയും ചെയ്യും. കാരണം ദൈവം ദുഷ്ടരോടും നന്ദിഹീനരോടും കരുണ കാണിക്കുന്നു. ദൈവത്തിൻ്റെ 2 ഗുണങ്ങളിലേക്ക് നമ്മൾ വരാനുള്ള ഒരു ആഹ്വാന സമയമാണ് ആഗമന കാലമെന്ന് മറക്കണ്ട. ഒന്ന്, ശത്രുക്കളെ സ്നേഹിക്കണം. ദുഷ്ടരോടും നമ്മളോട് നന്ദിയില്ലാത്തവരോടും. ഇപ്പം ശത്രുക്കളെ വേണ്ട, എല്ലാവരെയും സ്നേഹിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു പുണ്യം. 2, നമ്മുടെ ആഗമന കാലത്തിന് അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ തപസ്സിന്, നമ്മുടെ ഉപവാസങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത് നന്മ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വായ്പ കൊടുക്കുകയും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ. ആഗമനകാലം എത്രയോ പൗത്രമായ ചിന്തകളാൽ ധന്യമാണല്ലേ. ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ പുണ്യങ്ങളിലേക്ക് വളരാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.